IIT മലയാളത്തിലേക്ക് സ്വാഗതം. ആഗോള വിപണിയിലെ ഉണർവും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള വൻ ഇടിവും പിൻബലമേകിയതോടെ ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണി സ്ഥിരതയാർന്ന തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. വിപണിയിൽ പൊതുവെ ജാഗ്രത നിലനിൽക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ നിക്ഷേപ താൽപര്യവും റിസ്ക് എടുക്കാനുള്ള നിക്ഷേപകരുടെ വർദ്ധിച്ചു വരുന്ന മനോഭാവവും സൂചികകളെ നേട്ടത്തിൽ അവസാനിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് വിപണിയിലെ വില നിലവാരം കൂടുതൽ സുസ്ഥിരമായിരുന്നു. വിപണി താഴോട്ട് പോയപ്പോഴെല്ലാം ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപര്യം കാണിച്ചത് വിപണിയുടെ കരുത്ത് കൂടുന്നതിന്റെ സൂചനയാണ്. എങ്കിലും ഈ തിരിച്ചുവരവിനിടയിലും ഉയർന്ന നിലവാരത്തിൽ സുപ്രധാനമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ വിപണിക്ക് സാധിച്ചിട്ടില്ല. ഇത് വിപണി ഇപ്പോഴും ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ് എന്നും പൂർണ്ണമായ സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയുന്നതിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചുവെന്ന വാർത്തകളാണ് നിക്ഷേപകരുടെ മനോഭാവത്തിൽ ഈ മാറ്റം കൊണ്ടുവന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില $86 നിലവാരത്തിലേക്ക് താഴ്ന്ന ശേഷം $92-93 പരിധിയിൽ സ്ഥിരത കൈവരിച്ചിരുന്നു. ഇത് വിപണിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയെങ്കിലും സ്ഥിതിഗതികൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നുണ്ട്. വില കുറയുമ്പോൾ വാങ്ങലുകൾ നടക്കുന്നുണ്ടെങ്കിലും വിപണി മുകളിലേക്ക് വരുമ്പോൾ നേരിടുന്ന പ്രതിരോധം വലിയൊരു കുതിപ്പിനെ തടയുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ വിപണി ഇപ്പോൾ കരുതലോടെയുള്ള ശുഭപ്രതീക്ഷയിലാണ്, അഥവാ കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആണെന്ന് പറയാം. കുറഞ്ഞ എണ്ണവിലയും മെച്ചപ്പെട്ട ആഗോള സാഹചര്യങ്ങളും മാത്രമേ വിപണിയുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കൂ. സമീപകാലത്ത് വിപണി വലിയ തോതിൽ ഇടിയാനുള്ള സാധ്യത കുറവാണെങ്കിലും മുന്നോട്ടുള്ള കുതിപ്പ് ഇപ്പോൾ ബാഹ്യമായ ഘടകങ്ങളെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വിപണി തിരിച്ചുവരവിന്റെ പാതയിൽ നിന്നും കൂടുതൽ സുസ്ഥിരമായ ഒരു ഘടനയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട കാലത്തെ പണം പിൻവലിക്കലിന് ശേഷം വിദേശ സ്ഥാപന നിക്ഷേപകർ വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നതിന്റെ ആദ്യ സൂചനകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചയുടെ അവസാന 3 ദിവസങ്ങളിൽ ഇവർ ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ഓഹരികൾ വാങ്ങിയത് വിപണിയുടെ തിരിച്ചുവരവിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിച്ചിരുന്നു. എന്നിരുന്നാലും ആഴ്ചയുടെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ ഏകദേശം 250 കോടി രൂപയുടെ നേരിയ കുറവ് അഥവാ നെഗറ്റീവ് ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. വിപണിയിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റം ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപം തുടരേണ്ടതുണ്ട്. അതേസമയം വിപണിയെ ഇതുവരെ താങ്ങി നിർത്തിയിരുന്ന ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ അവസാന സെഷനുകളിൽ ലാഭം എടുപ്പിന് മുതിർന്നതോടെ ഓഹരികൾ വിറ്റഴിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ കണക്കിൽ ഏകദേശം 6300 കോടി രൂപയുടെ ഓഹരികളാണ് DIS വിറ്റഴിച്ചത്. ഈ താൽക്കാലിക മാറ്റം ഉണ്ടായെങ്കിലും വിപണിയെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഇവരുടെ പങ്ക് ഇപ്പോഴും നിർണായകമാണ്. വരുന്ന ആഴ്ചയിൽ ഇന്ത്യൻ വിപണിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക സൂചകങ്ങൾ കൂടി പങ്കുവഹിക്കുന്നുണ്ട്. ഏപ്രിൽ 22 ബുധനാഴ്ച പുറത്തുവരുന്ന RBI പണനയ സമിതിയുടെ യോഗക്കുറിപ്പുകൾ പലിശ നിരക്കുകളെ കുറിച്ചും പണപ്പെരുപ്പത്തെക്കുറിച്ചും ബാങ്ക് നൽകുന്ന സൂചനകൾക്കായി നിക്ഷേപകർ ഉറ്റുനോക്കുന്നുണ്ട്. ഇതേ ദിവസം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് മണി സപ്ലൈ കണക്കുകളും പുറത്തുവരും. ഏപ്രിൽ 23 വ്യാഴാഴ്ച പുറത്തുവരുന്ന HSBC മാനുഫാക്ചറിംഗ് സർവീസസ് PMI കണക്കുകൾ രാജ്യത്തെ ഉൽപാദന സേവന മേഖലകളിലെ വളർച്ചാ വേഗതയാണ് വ്യക്തമാക്കി തരുന്നത്. മാനുഫാക്ചറിംഗ് PMI 57 എന്ന മികച്ച നിലവാരത്തിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ആഴ്ചയുടെ അവസാനമായ ഏപ്രിൽ 24 വെള്ളിയാഴ്ച ബാങ്ക് വായ്പാ വളർച്ചാ നിരക്കും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിന്റെ പുതിയ കണക്കുകളും പ്രഖ്യാപിക്കും. നിലവിൽ $700 ബില്യൺ മുകളിലെത്തിയ വിദേശ നാണ്യ ശേഖരം രൂപയുടെ മൂല്യത്തിന് സ്ഥിരത നൽകുന്ന ഒരു ഘടകമായിട്ടുണ്ട്. ഈ സാമ്പത്തിക കണക്കുകളെല്ലാം തന്നെ ആഗോള സാഹചര്യങ്ങൾക്കൊപ്പം വിപണിയിലെ നിക്ഷേപകരുടെ മനോഭാവത്തെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കും. കോർപ്പറേറ്റ് തലത്തിൽ വരുന്ന ആഴ്ച ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, PNB ഹൗസിംഗ് ഫിനാൻസ്, HCL ടെക്നോളജി, നെസ്ലെ ഇന്ത്യ, പെർസിസ്റ്റന്റ് സിസ്റ്റം, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, അദാനി എനർജി സൊല്യൂഷൻസ്, ടാറ്റ ക്യാപിറ്റൽ, ശ്രീറാം ഫിനാൻസ്, അദാനി ഗ്രീൻ എനർജി, L&T ഫിനാൻസ്, ഇൻഡസൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളും പുറത്തുവരും. ഹോർമസ് കടലിടുക്ക് തുറന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ ഗിഫ്റ്റ് നിഫ്റ്റി അടക്കമുള്ള സൂചികൾ ഒരു നേട്ടത്തിന്റെ സൂചന വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം ലഭിച്ചെങ്കിലും പിന്നീട് വീണ്ടും ഇറാൻ സൈനിക കമാൻഡ് ഹോർമസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയൊരു അന്തരമാണ് ഓരോ തവണയും സംഘർഷവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതിനാൽ ഈ വാർത്തകൾ നാളെ വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തും. ടെക്നിക്കൽ ഔട്ട്ലുക്ക് പരിശോധിക്കുമ്പോൾ എൻറിച്ച് മണിയുടെ CEO പൊന്മുടിയാർ പറയുന്നത് നിഫ്റ്റി നിലവിൽ 24,100, 24,400 പരിധിയിൽ സുസ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. 24,400 എന്ന പ്രതിരോധം മറികടന്നാൽ സൂചിക 25,000 നിലവാരത്തിലേക്ക് ഉയർന്നേക്കാം. ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും സമാനമായ മുന്നേറ്റം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട്. വിദേശ നിക്ഷേപകർ വീണ്ടും ഓഹരികൾ വാങ്ങി തുടങ്ങിയത് വിപണിക്ക് കരുത്തേകുന്നുണ്ടെങ്കിലും ഈ കുതിപ്പ് നിലനിൽക്കണമെങ്കിൽ വരും ദിവസങ്ങളിലും തുടർച്ചയായ
നിക്ഷേപം ആവശ്യമാണ്. വരും ആഴ്ചയിൽ കമ്പനികളുടെ നാലാം പാദ പ്രവർത്തന ഫലങ്ങളും ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളും വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. അതിനാൽ തന്നെ വിപണിയിൽ നിലവിൽ കൃത്യമായ റിസ്ക് മാനേജ്മെന്റ് നിക്ഷേപകർ പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തുടർച്ചയായ രണ്ടാം ആഴ്ചയും നിഫ്റ്റി 24,400 എന്ന നിലവാരത്തിൽ റെസിസ്റ്റൻസ് നേരിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിപണി 24,400 മുകളിലേക്ക് സ്ഥിരതയോടെ നീങ്ങിയാൽ മാത്രമേ 24,700, 24,800 നിലവാരത്തിലേക്കുള്ള, അതായത് 100, 200 EMAകൾക്ക് സമീപത്തേക്ക് കുതിപ്പ് സാധ്യമാകൂ എന്ന് മറ്റ് അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നുണ്ട്. വിപണി താഴേക്കാണ് വരുന്നതെങ്കിൽ 24,100, 24,000 മേഖലയിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം നിഫ്റ്റി 50യുടെ വീക്കിലി ഓപ്ഷൻ ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ ഹ്രസ്വകാല അളവിൽ 24,500 നിലവാരത്തിൽ ശക്തമായ റെസിസ്റ്റൻസും 24,200, 24,000 മേഖലയിൽ മികച്ച സപ്പോർട്ടും കാണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 സ്ട്രൈക്കിലും തുടർന്ന് 24,800, 24,500 നിലവാരങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൾ റേറ്റിംഗും പ്രധാനമായും 25,000, 24,600 സ്ട്രൈക്കുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ വിപണി പെട്ടെന്ന് ഈ നിലവാരങ്ങൾ കടക്കില്ലെന്ന് വ്യാപാരികൾ കരുതുന്നു. അതേസമയം പുട്ട് ഓപ്ഷനുകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണപ്പെടുന്നത് 24,000 സ്ട്രൈക്കിലാണ്. ഇവിടെയും 24,300, 24,200 നിലവാരങ്ങളിലും പുട്ട് റേറ്റിംഗ് സജീവമായത് വിപണിക്ക് താഴെ തട്ടിൽ കരുത്തുറ്റ താങ്ങ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിഫ്റ്റി 24,000, 25,000 എന്ന പരിധിക്കുള്ളിൽ തന്നെ വ്യാപാരം തുടരാനാണ് സാധ്യത കൂടുതൽ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മറ്റ് സൂചികകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച കരുത്താണ് പ്രകടിപ്പിക്കുന്നത്. നിലവിൽ 56,500, 56,700 മേഖലയിൽ വ്യാപാരം നടത്തുന്ന സൂചിക ഉയർന്ന നിലവാരത്തിൽ ചില റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ 56,800, 57,000 എന്ന പരിധി മറികടന്നാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് 57,500, 58,000 നിലവാരത്തിലേക്ക് കുതിക്കാൻ സാധിക്കൂ. വിപണി താഴേക്കാണ് വരുന്നതെങ്കിൽ 55,800, 55,700 മേഖലയിൽ ശക്തമായ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. നിലവിലെ ഘടന നിലനിർത്താൻ ഈ പിന്തുണ നിലവാരം അത്യന്താപേക്ഷിതമാണ്. സൂചിക സുസ്ഥിരമാകാനും തിരിച്ചുവരവിനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ബുള്ളിഷ് ട്രെൻഡ് തുടരുന്നതിന് ശക്തമായ ബൈയിങ് മൊമെന്റം വരും ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമാണ്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത് വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. സാങ്കേതിക സൂചകങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ ഏത് നിമിഷവും വിപണിയുടെ ഗതി മാറ്റാം. വിപണി നിലവിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമിതമായ ആവേശമോ ഭീതിയോ ഇല്ലാതെ ഓരോ ദിവസത്തെയും വാർത്തകളും സാമ്പത്തിക കണക്കുകളും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതാകും ഉചിതം.